രണ്ട് സംഖ്യ തമ്മിൽ കുറച്ചപ്പം കിട്ടിയതും അവയുടെ ഗുണനഫലവും തുല്യമാണ്. അതിലൊരു സംഖ്യ 5 ആണെങ്കിൽ മറ്റേ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? ഓൾജിബ്രയാണ്. നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതെന്ന് പറയുന്നുണ്ട്. രണ്ട് സംഖ്യകളിൽ ഒന്ന് 5 ആണെങ്കിൽ നമുക്ക് മറ്റേ സംഖ്യ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കേണ്ട സംഖ്യ x എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ട് സംഖ്യ കുറച്ചെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5ൽ നിന്ന് x കുറച്ചത് നമുക്ക് ഇവിടെ എഴുതാം. 5ൽ നിന്ന് x കുറച്ചത്. ഈ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 5 ഗുണം x, അതായത് 5x. ഈ സംഖ്യ കുറച്ചതും ഗുണനഫലം തുല്യമാണെന്നാണ് നമ്മളോട് പറയുന്നത്. അതായത് 5 മൈനസ് x സമം 5x എന്ന് നമുക്ക് ഇവിടെ എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി x കണ്ടുപിടിക്കണം. x എങ്ങനെ കണ്ടുപിടിക്കും? ഈ എക്സിനെ ഒരു സൈഡിലാക്കുക, നമ്പേഴ്സിനെല്ലാം ഒരു സൈഡിലാക്കുക. 5 ഇവിടെ കിടക്കട്ടെ. ഈ മൈനസിലുള്ള എക്സിനെ നമുക്ക് അപ്പുറത്തോട്ട് പോകാം. സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ ഇത് പ്ലസ് ആകുമല്ലോ. അപ്പൊ അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ 5 വിട്ടു, ഇതേ സമം ഇത് വിട്ടു. ഈ എക്സ് മൈനസ് എക്സിനെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ആദ്യം നമുക്ക് ഇവിടെയുള്ള 5x ഇവിടെ എഴുതുക. ഇപ്പുറത്തോട്ട് പോകുന്ന എക്സ് പ്ലസ്സിലാണ് അപ്പുറത്തോട്ട് ചെന്ന് കയറുന്നത്. അപ്പൊ പ്ലസ് എക്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 5 സമം 5x ഒരു എക്സും കൂടെ കൂട്ടിയാൽ 6x. 6x എന്ന് വരുമല്ലോ. അതായത് 5 സമം 6x, അതായത് 6x സമം 5 ആണ്. 6x സമം 5 ആണെങ്കിൽ ഒരു എക്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ 6 ഗുണം x എന്നുള്ള 6നെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഈ 5ന്റെ സൈഡിൽ കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? 5 ഇവിടെ എഴുതുക, ഈ 5 തന്നെ. എന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ എക്സിന്റെ കൂടെയുള്ള 6 നമ്മളിവിടെ ഛേദമായിട്ട് എഴുതുക. അപ്പൊ 5/6 നമുക്ക് ഉത്തരം കിട്ടുമല്ലോ. ഇതിനെ ഞാൻ ഇപ്പുറത്തും അപ്പുറത്തും എഴുതി വെച്ചിട്ട് കൺഫ്യൂഷൻ വേണ്ട. 5 സമം 6x എന്ന് പറഞ്ഞാൽ 6x സമം 5 എന്ന് തന്നെയാണല്ലോ അർത്ഥം. അപ്പൊ ഒരു x സമം 5/6. നമ്മുടെ ഉത്തരം 5/6 എന്നുള്ളതാണ്. ഇതിനകത്തിലെല്ലാം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അതിലെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. 6/5 എഴുതരുത്. 5/6 തന്നെയാണ് നമ്മുടെ ആൻസർ. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം.